വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് ലീഗ് എംപിമാർ. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കരുതെന്ന് കത്തിൽ അഭ്യർത്ഥിച്ചു. ബില്ല് മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണ് എന്ന് ലീഗ് എംപിമാർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ലീഗിന്റെ 5 എംപിമാരാണ് കത്ത് നൽകിയത്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്നത് ലീഗ് അറിയിച്ചതാണ്. പാർലമെന്റ് പാസാക്കിയ ബില്ലാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുക മാത്രമേ ബാക്കിയുള്ളൂ. ആ ഘട്ടത്തിൽ രാഷ്ട്രപതിയെ കൂടി സമീപിക്കുക എന്നുള്ളതാണോ ലീഗിന്റെ തീരുമാനം? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയപരമായും നിയമപരമായും ഈ വിഷയത്തെ മുസ്ലിം ലീഗ് നേരിടുന്നു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും പാസാക്കിയ ബില്ലിൽ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുവെക്കൽ മാത്രമേ അത് നിയമമാകാൻ ബാക്കിയുള്ളൂ. ആ ഒരു വേളയിലാണ് രാഷ്ട്രപതിയോട് ഇതിൽ ഒപ്പുവെക്കരുത് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ 5 എംപിമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. പ്രധാനമായും അതിനകത്ത് വിവിധ വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇതിൽ ഈ ബില്ലിൽ ഒപ്പുവെക്കരുത് എന്ന് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർട്ടിക്കിൾ 26 പ്രകാരം മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ തുല്യത, ഈ കാര്യങ്ങളെല്ലാം തന്നെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നും മതന്യൂനപക്ഷങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനപരമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്തിൽ ഒപ്പുവെക്കരുത്, ഈ ബില്ലിൽ ഒപ്പുവെക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ 5 എംപിമാർ, ലോക്സഭയിലെ 2 എംപിമാരും രാജ്യസഭയിലെ 3 എംപിമാരും കത്തയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു. വഖഫ് ബോർഡുകളിലെ അമുസ്ലിം പ്രാതിനിധ്യവും വാമൊഴി സമർപ്പണങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളും ഉൾപ്പെടെയുള്ള ബില്ലിലെ വ്യവസ്ഥകൾ അത് മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള അവഗണനയാണ്, വിവേചനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് ഭരണഘടനാപരമായി ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കണം. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ ബില്ലിൽ ഒപ്പുവെക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എംപിമാരായിട്ടുള്ള ഇ.ടി. മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ അബ്ദുൽ വഹാബ്, അതുപോലെ ഡോക്ടർ എം.പി. അബ്ദുൽ സമദ് സമദാനി, നവാസ് കെനി, വി കെ നവാസ് മീരാൻ ഹാരിസ് ബീരാൻ തുടങ്ങിയിട്ടുള്ള എംപിമാർ, ഈ 5 എംപിമാർ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ലഭ്യമായിട്ടില്ല. ഏതായാലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്ന നിയമപോരാട്ടം നടത്തുന്നവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതിൽ എന്തായിരിക്കും രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള മറുപടി എന്നറിയാനുമുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ മുസ്ലിം ലീഗും. അതുപോലെ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ലിലാണ് ഒപ്പുവെക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് എംപിമാർ 5 പേരാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത്.